BJP വക്താവ് ശ്രീ ജോർജ് കുര്യൻ ചേരുന്നുണ്ട് അർത്ഥയോട്. ശ്രീ ജോർജ് കുര്യൻ, കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ആരാണ് CAA കൂടുതൽ എതിർക്കുന്നത് എന്നത് കാണിക്കാൻ മത്സരമായിരുന്നു UDF-ഉം പ്രത്യേകിച്ച് കോൺഗ്രസും CPM ഒക്കെ തമ്മിൽ. ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വലിയൊരു വെട്ടിലായിരിക്കുകയാണ്. ഇന്നലെ പുറത്തിറക്കിയ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രകടന പത്രികയിൽ CAA പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി എങ്ങനെ കേരളത്തിൽ ഇത് ചർച്ചയാക്കും, അല്ലെങ്കിൽ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി എങ്ങനെ മാറ്റി പറയും, അതിലെങ്ങനെ നിശബ്ദത പാലിക്കുമെന്നൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രീണനം, അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കും. ശ്രീ ജോർജ് കുര്യൻ, 2003 മൻമോഹൻ സിംഗ് അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അദ്വാനിജിയോട് ഈ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുകയാണ്, അവർക്ക് വളരെ ഉദാരമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടത്താപ്പാണ്, അതുപോലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. പല സംസ്ഥാനങ്ങളിലും CAA വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവിടെ വേര് അറക്കുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. അത് കേരളത്തിൽ അവര് CAAക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണങ്ങള്, അതുപോലെ തന്നെ സമരങ്ങള്, വലിയ ആൾക്കൂട്ടങ്ങള്, സമ്മേളനങ്ങളൊക്കെ നടത്തി. പക്ഷെ അവരുടെ പ്രകടന പത്രിക പറയുന്നില്ല. ഇതാണ് മിക്കവാറും ഇന്ത്യയിലെ ഈ NDA വിരുദ്ധ മുന്നണിക്കാരുടെ എല്ലാം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം നയം ഇതാണ്. അവസരത്തിനൊത്ത് അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ വ്യത്യസ്തത അനുസരിച്ച് അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രകടന പത്രികയിൽ ഇത് വരികയുമില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്, ജനാധിപത്യത്തെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജനങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതല്ല എന്ന് ഈ ഇലക്ഷന്റെ കാലഘട്ടത്തിലെങ്കിലും ജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് അവർ തിരുത്തണം, അവരുടെ ഈ സ്റ്റാൻഡ്, അവരുടെ നിലപാട് തിരുത്തണം എന്നാണ് BJPക്ക് പറയാനുള്ളത്.